മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ വികസനം ഇന്നാണ്. നാളെ നാഗ്പൂരിൽ നിയമസഭയിൽ ശൈത്യകാല സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞ. 30 മന്ത്രിമാരെങ്കിലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? 30 മന്ത്രിമാരെങ്കിലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത്. വെരി ഗുഡ് മോർണിംഗ്. 43 അംഗസംഖ്യയാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ മന്ത്രിസഭയിൽ പരമാവധി പാടുള്ളത്. അതിൽ ഇപ്പോൾ 3 പേർ നേരത്തെ തന്നെ മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ശേഷിക്കുന്നത് 40 അതിൽ 30 ഒഴിവുകളെങ്കിലും ഇന്ന് നികത്തപ്പെടും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 15, 8, 7 എന്നൊരു ഫോർമുലയായിരിക്കും ഈ മന്ത്രിമാരുടെ എണ്ണത്തിൽ ഉണ്ടാവുക. അതായത് 15 മന്ത്രിമാർ BJP-യിൽ നിന്ന്, 8 പേർ ഷിൻഡെ വിഭാഗത്തിൽ നിന്ന്, 7 പേർ NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്നും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ ഇപ്പോൾ നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം തുടങ്ങാൻ പോകുന്നു. എന്തുകൊണ്ട് മന്ത്രിസഭാ വികസനം ഉണ്ടാകുന്നില്ല എന്നതിനെ കുറിച്ച് പ്രതിപക്ഷം സ്വാഭാവികമായും ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടയുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അടക്കം വകുപ്പുകൾ ഏതെന്ന കാര്യത്തിലൊന്നും തന്നെ തീരുമാനം ആയിട്ടുമില്ല. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യത കൂടി പരിഗണിച്ചാണ് വേഗത്തിൽ തന്നെ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരു നീക്കം നടക്കുന്നത്. നാഗ്പൂരിൽ വെച്ചാണ് ശൈത്യകാല സമ്മേളനം. നാഗ്പൂരിൽ രാജ്ഭവനുമുണ്ട്. രാജ്ഭവനിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. പക്ഷെ അപ്പോൾ പോലും ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെയുള്ള ചർച്ചകൾ ഇനിയും നീളും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ശേഷിക്കുന്ന 10 ഒഴിവുകളിലേക്ക് ആരൊക്കെ മന്ത്രിമാരാകണം എന്ന കാര്യത്തിലും പിന്നീട് തുടർ ചർച്ചകൾ നടക്കും. കൂറുമാറി എത്താൻ സാധ്യതയുള്ള ആളുകളെ കൂടി പ്രതീക്ഷിച്ചാണ് ഇത്തരത്തിൽ സീറ്റുകൾ ഒഴിച്ചിടുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന. ശരി, മഹാരാഷ്ട്രയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കും. 30 പേരുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.